വാട്ടർ പൊല്യൂഷൻ ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എങ്ങനെയാണ് വാട്ടർ പൊല്യൂഷൻ സംഭവിക്കുന്നത്, എന്താണ് അതിൻ്റെ കാരണങ്ങൾ, ഇതെല്ലാമാണ് നമ്മൾ വാട്ടർ പൊല്യൂഷൻ എന്നുള്ള ക്ലാസ്സിൽ പഠിക്കുന്നത്. ജലം എങ്ങനെയാണ് മലിനമാകുന്നത്. ഓക്കെ, നമ്മൾ പഠിച്ചല്ലേ പ്രൈം സോഴ്സ് ഓഫ് വാട്ടർ സോഴ്സ് അല്ല, അതിൻ്റെ പ്രൈം സോഴ്സ് എന്ന് പറഞ്ഞാൽ റെയിനാണ്. അപ്പം ഈ റെയിൻ വാട്ടർ നമുക്ക് നേരിട്ടെത്തുമ്പോൾ അത് ഒരിക്കലും അതിനകത്തൊരു ഇമ്പ്യൂരിറ്റീസ് ഒന്നും ഉണ്ടാവില്ല, ഏറ്റവും പ്യൂറസ്റ്റ് വാട്ടറാവും. പക്ഷേ എങ്ങനെയാണ് ഈ വെള്ളം കണ്ടാമിനേറ്റഡ് ആവുന്നത്, എങ്ങനെയാണത് പൊല്യൂട്ടഡ് ആവുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു നമുക്ക് നേരിട്ട് എത്തുമ്പോൾ ഒരിക്കലും അത് ഒരു പൊല്യൂട്ടഡ് വാട്ടർ ആവില്ല. പിന്നെ അതെങ്ങനെയാണ് പൊല്യൂട്ടഡ് ആവുന്നത് വെച്ചാൽ, നമ്മുടെ അന്തരീക്ഷത്തിലൂടെ ഈ മഴവെള്ളം അന്തരീക്ഷത്തിലൂടെ വരുമ്പോൾ അവിടെ വെച്ച് പൊല്യൂഷൻ സംഭവിക്കാം. എങ്ങനെയാണ് അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന കലർന്നിരിക്കുന്ന പൊടിപടലങ്ങൾ, അതുപോലെ തന്നെ ഗ്യാസുകൾ, പിന്നെ പലതരം സാൾട്ടുകൾ ഉണ്ടാവും. അത്തരത്തിലുള്ള പദാർത്ഥങ്ങളിലൂടെയൊക്കെ ഈ വെള്ളം മഴ താഴേക്ക് വരുമ്പോഴാണ് നമുക്ക് ഈ വെള്ളം പൊല്യൂട്ടഡ് ആവുന്നത്. അപ്പം എന്തൊക്കെ കണ്ടൻറ്റുകളാണ് ഈ വെള്ളം പൊല്യൂട്ടഡ് ആക്കുന്നതെന്ന് നോക്കാം. 2-3 തരത്തിലാണ്. അതിൽ ഓർഗാനിക് ആയിട്ടുള്ള മാറ്റേഴ്സ് ഉണ്ട്, ഗ്യാസുകൾ പോലുള്ള ഗ്യാസുകൾ വഴി അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന ഗ്യാസുകൾ ഏതൊക്കെയാണ്? അത് പ്രധാനമായിട്ട് നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ സൾഫേറ്റ്, ഇത്രയൊക്കെ ഈ ഗ്യാസുകളൊക്കെ അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന ഗ്യാസുകളാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ മഴ പെയ്യുമ്പോൾ ഈ ഗ്യാസുകളുമായിട്ട് മഴവെള്ളം സമ്പർക്കത്തിലാകുമ്പോൾ പൊല്യൂഷൻ സംഭവിക്കാം. അതേപോലെ തന്നെയാണ് മറ്റ് ഒരുപാട് ഡിസോൾവ്ഡ് മിനറൽസ് ഉണ്ടാവും, സാൾട്ടുകളുണ്ടാവും. കാൽഷ്യം, മാഗ്നീഷ്യം, സോഡിയം, അയൺ, ലെഡ്, മാംഗനീസ്, ഇത്തരത്തിലൊക്കെ ഉള്ള സാൾട്ടുകളും അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. ആ ഒരു മിനറൽസിൻ്റെ ഡിസോൾവ്ഡ് മിനറൽസുമായിട്ട് മഴവെള്ളം സമ്പർക്കത്തിലാവുമ്പോൾ പൊല്യൂഷൻ സംഭവിക്കാം. അപ്പം ഇങ്ങനെ ഇത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു പൊല്യൂഷൻ ആണെങ്കിൽ, കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള പൊല്യൂഷനാണ് അതൊരു അപകടകാരിയായിട്ട് വരുന്നത്. എങ്ങനെയാണ് അത് വരുന്നത് തന്നെ നമ്മുടെ ഹ്യൂമൻ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു പൊല്യൂഷൻ സംഭവിക്കുന്നത്, അല്ലേ? മറ്റേതൊക്കെ നാച്ചുറലായിട്ട് എന്തായാലും നടന്നിരിക്കും. കാരണം സ്വാഭാവികമായിട്ടുള്ള മഴ പെയ്യുമ്പോൾ അന്തരീക്ഷത്തിലൂടെ വരുമ്പോൾ അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന പൊടിപടലങ്ങളും അതേപോലെ തന്നെ ഗ്യാസുകളും അതേപോലെ തന്നെ ഈ ഡിസോൾവ്ഡ് മിനറൽസ് എല്ലാം മഴ സമ്പർക്കത്തിലാകുമ്പോൾ പൊല്യൂഷൻ സംഭവിക്കാം. അതിനേക്കാൾ സീരിയസ് ആയിട്ടുള്ള പൊല്യൂഷനാണ് നമ്മൾ ഹ്യൂമൻ ആക്ടിവിറ്റി പ്രകാരം പൊല്യൂഷൻ ആവുന്നത്. അതെങ്ങനെയൊക്കെയാണെന്നാണ് നോക്കുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റിലെ നമ്മൾ പഠിച്ചതല്ലേ എന്തൊക്കെയാണ് ഈ ഇമ്പ്യൂരിറ്റീസ് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. സസ്പെൻഡഡ് ഇമ്പ്യൂരിറ്റീസ് ആയിട്ട് ഇൻഓർഗാനിക് ആയിട്ടുള്ളത് അൺപ്യൂരിഫൈഡ് പാർട്ടിക്കിൾസ് ഓഫ് സാൾട്ട്, ക്ലേ, സ്ലിറ്റ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇൻഓർഗാനിക് ആയിട്ടുള്ള പദാർത്ഥങ്ങൾ ഇമ്പ്യൂരിറ്റീസിൽ. അടുത്ത് വരുന്നത് ഓർഗാനിക് ആണ്. ഓർഗാനിക് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പ്ലാന്റ് ഒറിജിനാണ്. ഡെഡ് ലീവ്സ്, ആൽഗെ, പീറ്റ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഓർഗാനിക് ആയിട്ടുള്ള സസ്പെൻഡഡ് ഇമ്പ്യൂരിറ്റീസ്. ഇനി അനിമൽ ഒറിജിനിലേക്ക് വരുമ്പോൾ ബാക്ടീരിയ, വൈറസ്, ഓവ, സിസ്റ്റ്, ഇൻസെക്ട്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് സസ്പെൻഡഡ് ഇമ്പ്യൂരിറ്റീസിലായിട്ട് വാട്ടർ പൊല്യൂഷനിൽ വരുന്നത്, സസ്പെൻഡഡ് ഇമ്പ്യൂരിറ്റീസ്. ഇനി നമുക്കതിന് മെയിൻ സോഴ്സുകൾ, വാട്ടർ പൊല്യൂഷൻ്റെ മെയിൻ സോഴ്സുകൾ, അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുറച്ചുകൂടി സീരിയസ് ആയിട്ട് വരുന്ന പൊല്യൂഷൻ നമ്മളെങ്ങനെയാണ് ഹ്യൂമൻ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ടാണ് സീരിയസ് ആയിട്ടുള്ള വാട്ടർ പൊല്യൂഷൻ സംഭവിക്കുന്നത്. അതിൻ്റെ കാരണം തന്നെ ഒന്ന് അർബനൈസേഷനും അതുപോലെ ഇൻഡസ്ട്രിയലൈസേഷനാണ്. നമുക്കിപ്പോൾ അറിയാമല്ലോ, ഒരുപാട് ഫാക്ടറികളും അതുപോലെ തന്നെ അതുപോലെ വ്യാപാര സ്ഥാപനങ്ങളും ഇങ്ങനെയൊക്കെ കൂടി വരുമ്പോൾ അതിൻ്റെ മാലിന്യം പുറന്തള്ളപ്പെടുന്നതും എല്ലാം ജലസ്രോതസ്സുകളിലേക്കാണ് പോകുന്നത്. അപ്പം ആ സോഴ്സുകളെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് തന്നെ നമുക്കുള്ളത് സീവേജ് ആണ്. എന്താണ് സീവേജ്? അതിനകത്ത് കണ്ടെയ്ൻ ഡിക്കമ്പോസിബിൾ ഓർഗാനിക് മാറ്റർ ആൻഡ് പാത്തോജനിക് ഏജൻറ്റ് എന്ന് പറയും, അല്ലേ? ഓർഗാനിക് മാറ്റർ, ഡിക്കമ്പോസ് ചെയ്യപ്പെടാൻ പറ്റാത്ത ഓർഗാനിക് പദാർത്ഥങ്ങളും അതുപോലെ തന്നെ പാത്തോജനിക് ആയിട്ടുള്ള അസുഖം വരത്തക്ക രീതിയിലുള്ള പ്രാപ്തമായിട്ടുള്ള പദാർത്ഥങ്ങളും അടങ്ങിയിരിക്കുന്നു, സീവേജിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ ഈ ഹ്യൂമൻ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന പൊല്യൂഷൻ ഏജൻറ്റുകളാണ്, വെള്ളം മലിനമാക്കാൻ ഉതകുന്ന ഏജൻറ്റുകളാണ്.
ഇനി നമുക്ക് ഇനി അടുത്ത അതിനകത്ത് നമുക്കൊരു ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നതാണെങ്കിൽ ഡൽഹിയിൽ 1955 ഡൽഹിയിൽ ഒരു 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 ഹാർഡായിട്ടുള്ള ഒരു എപ്പിഡമിക് ഉണ്ടായി. വൈറൽ ജോണ്ടിസ് ആണ് 1955. അതിന് കാരണം എന്താണെങ്കിൽ വാട്ടർ പൊല്യൂഷനാണ്. യമുന നദിയിലുണ്ടായിരുന്ന വാട്ടർ പൊല്യൂഷനാണ്. ഏകദേശം 40,000-ഓളം കേസുകളായിരുന്നു അന്ന് 1955 ഡൽഹിയിൽ ഒരു വൈറൽ ജോണ്ടിസ് എപ്പിഡമിക് വന്നത്. അപ്പോൾ ഇതൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി അത് കൂടെ കൊടുത്തിരിക്കുന്ന നോട്ടാണ്. ഈ വാട്ടർ പൊല്യൂഷൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന അസുഖങ്ങളിൽ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള അസുഖമാണ് ജോണ്ടിസ്, വൈറൽ ജോണ്ടിസ് എന്ന് പറയുന്നത്. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഇപ്പോഴും സീരിയസ് ആയിട്ട് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന അസുഖമാണ്. അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം സീവേജ് ഈ തരത്തിലാണ് വാട്ടർ പൊല്യൂഷന് കാരണമാകുന്നത്. ഓക്കെ, അതിനകത്ത് വരുന്ന പദാർത്ഥങ്ങൾ എന്താ? ഡീകമ്പോസബിൾ ഓർഗാനിക് മാറ്ററും അതുപോലെ തന്നെ പാത്തോജനിക് ഏജൻറ്റുകളാണ്. ഡീകമ്പോസ് ചെയ്യപ്പെടാത്ത പദാർത്ഥങ്ങൾ, അതാണ് ഏറ്റവും സീരിയസ് ആയിട്ട് പൊല്യൂഷൻ ഉണ്ടാക്കുന്നത്. ഇനി അടുത്തത് ഏതാണ് വരുന്നത്? ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വരുന്നുണ്ട് അല്ലേ? ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, അതുപോലെ തന്നെ അതിന് ട്രേഡ് വേസ്റ്റുകൾ എന്ന് പറയുന്നത്. അതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്? അതിനകത്ത് ഈ ടോക്സിക് ആയിട്ടുള്ള പദാർത്ഥങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ഫാക്ടറികളിൽ നിന്നൊക്കെ പുറന്തള്ളപ്പെടുന്ന വേസ്റ്റുകളിൽ വളരെ ടോക്സിക് ആയിട്ടുള്ള പദാർത്ഥങ്ങളാണ് വരുന്നത്. ഇറ്റ് കണ്ടെയ്ൻ ടോക്സിക് ഏജൻറ്റ് റേഞ്ചിങ് ഫ്രം മെറ്റൽ സാൾട്ട് ടു കോംപ്ലക്സ് സിന്തറ്റിക് ഓർഗാനിക് കെമിക്കൽസ് വരുന്നുണ്ട്. അപ്പോൾ ഇതെന്താണത്? ഇത് നേരെ ജലാശയങ്ങളിലേക്ക് എത്തുമ്പോൾ നോട്ട് ഓൺലി കിൽ ഫിഷ് ബട്ട് ഓൾസോ ഹാം മെൻ എന്ന് പറയുന്നത്. അത് അവിടുത്തെ മത്സ്യസമ്പത്തിനെ മാത്രമല്ല നശിപ്പിക്കുന്നത്, മനുഷ്യർക്ക് പോലും അപകടകരമായ രീതിയിലാണ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടർ പൊല്യൂഷൻ്റെ ഭാഗമാകുന്നത്. ഇൻഡസ്ട്രിയൽ വേസ്റ്റ് അത്രയും ടോക്സിക് ആണെന്നാണ് പറയുന്നത്. അടുത്ത എന്താ പറയുന്നത്? അടുത്തത് അഗ്രികൾച്ചറാണ്. അഗ്രികൾച്ചർ എന്താണ്? അഗ്രികൾച്ചർ വഴി എങ്ങനെയാണ് വാട്ടർ പൊല്യൂഷൻ സംഭവിക്കുന്നത്? അഗ്രികൾച്ചർ പൊല്യൂഷൻ പറയുമ്പോൾ വാട്ടർ സോഴ്സുകൾ, ഡ്രിങ്കിങ് വാട്ടർ സോഴ്സ് മേ ബി പൊല്യൂട്ടഡ് ബൈ ഫെർട്ടിലൈസർ ഓർ പെസ്റ്റിസൈഡ് യൂസ് ഇൻ അഗ്രികൾച്ചർ. നമ്മൾ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള കീടനാശിനികൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗത്തിൽ വാട്ടർ സോഴ്സുകൾ കണ്ടാമിനേഷൻ ആവാം. നമുക്ക് ഇപ്പം നമ്മൾ സാധാരണയായിട്ട് ഇപ്പോൾ കീടനാശിനികളൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഒരു അളവുണ്ട്, ഒരു നിശ്ചിത അനുപാതത്തിലൊക്കെയാണ് അത് ഉപയോഗിക്കുക. പക്ഷേ അതിൻ്റെ ആ തോത് കൂടുമ്പോൾ, ഇപ്പോൾ നമ്മൾക്ക് അറിയാമല്ലേ, ഇപ്പോൾ ഈ എൻഡോസൾഫാൻ, ദുരന്തം, അതൊക്കെ നമുക്കറിയാം. അപ്പോൾ അതെന്താണ്? ഇതിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം, അളവ് കൂടുമ്പോഴൊക്കെയാണ് വളരെ സീരിയസ് ആയിട്ടുള്ള വാട്ടർ പൊല്യൂഷൻ ഉണ്ടാകും. അത് ആരോഗ്യകരമായിട്ട് വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാക്കും. ഇങ്ങനെയൊക്കെയാണ് ഈ വാട്ടർ പൊല്യൂഷൻ, നമുക്ക് ഈ ഹ്യൂമൻ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് വാട്ടർ പൊല്യൂഷൻ ഉണ്ടാകുന്നത്. ഇനി നമുക്ക് വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ നമുക്ക് കുറച്ച് എന്തൊക്കെ അസുഖങ്ങളാണെന്ന് നോക്കാം. നമുക്ക് ഈ ഇത്തരം ഡിസീസുകളൊക്കെ നമുക്ക് സീരിയസ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള വേറെ ടോപ്പിക്ക് വരുന്നുണ്ട്. എന്നാൽ കൂടെ നമുക്ക് വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ എന്തൊക്കെ അസുഖങ്ങളാണ് അതുകൊണ്ട് ഒന്ന് നോക്കി പോവാം. അതിൽ ബയോളജിക്കലായിട്ടുണ്ട്, അതുപോലെ തന്നെ ബയോളജിക്കൽ എന്ന് പറയുമ്പോൾ അത് വാട്ടർ ബോൺ ഡിസീസുകൾ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ബയോളജിക്കൽ വൈറൽ ഡിസീസുകൾ? ഹെപ്പറ്റൈറ്റിസ്, വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ, അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ഇ, പോളിയോമൈലൈറ്റിസ്, അതുപോലെ ഇനി റോട്ടോവൈറസ് ഡയേറിയ ഇൻഫൻസ്, കുട്ടികളിലുണ്ടാകുന്ന ഡയേറിയ, റോട്ടോവൈറസ് മുഖാന്തരം ഉണ്ടാകുന്ന ഡയേറിയ, അതെല്ലാം വൈറൽ ഡിസീസുകളാണ്, വൈറൽ വാട്ടർ ബോൺ ഡിസീസുകളാണ് ബയോളജിക്കലായിട്ട് വരുന്നത്. ഇനി അടുത്തത് ബാക്ടീരിയൽ ഡിസീസുകൾ എന്തൊക്കെയാണ്? ടൈഫോയിഡ് വരുന്നുണ്ട്, പാരാടൈഫോയിഡ് ഫീവർ വരുന്നുണ്ട്, പിന്നെ അതേപോലെ തന്നെ ബാസിലറി ഡിസെൻട്രി, ഈക്കോളി, ഡയേറിയ, കോളറ, ഇത്തരം കാര്യങ്ങളൊക്കെ ബാക്ടീരിയലായിട്ടും വരുന്നുണ്ട്. ഇനി അടുത്ത് പ്രോട്ടോസോവലാണ്. പ്രോട്ടോസോവലായിട്ട് വരുന്ന അസുഖങ്ങൾ അമീബിയാസിസ്, ഗ്യാഡിസിസ്, 2 അസുഖങ്ങൾ. ഹെൽമന്തിക്കായിട്ട് വരുന്നതോ റൗണ്ട് വേം, ത്രെഡ് വേം, ഹൈഡാറ്റഡ് ഡിസീസ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഹെൽമന്തിക്കായിട്ട് വരുന്നത്. ലെപ്റ്റോസ്പൈറൽ നമുക്കറിയാം, വീൽസ് ഡിസീസാണ്. എലിപ്പനി നമുക്ക് ഇപ്പം ഒരുപാട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്, എലിപ്പനി, വൈറൽ, അതൊക്കെ വീൽസ് ഡിസീസുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ലെപ്റ്റോസ്പൈറൽ ആയിട്ടുള്ള വീൽസ് ഡിസീസുകൾ. സ്നെയിലിൽ വരുന്നുണ്ട്, ഷിസ്റ്റോസോമിയ സിസ് എന്ന് പറഞ്ഞിട്ട് സ്നെയിൽ ഡിസീസുകൾ വരുന്നുണ്ട്. ഇനി സൈക്ലോപ്സിൻ്റെ വരുന്നുണ്ട്, ഗിനിയ വേം, ഫിഷ് ടാപ്പ് വേം, ഇതൊക്കെ സൈക്ലോപ്സുകൾ വഴി വരുന്ന അസുഖങ്ങളാണ്. ഇതെല്ലാം വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള വാട്ടർ ബോൺ ഡിസീസുകളാണ് ബയോളജിക്കലായിട്ടുള്ള വരുന്നത്. ഓക്കെ,
അപ്പം ഈ ഡിസീസുകൾ ഇനി നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വേറെ ടോപ്പിക്കുകൾ പഠിക്കാനുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഇനി നമുക്ക് കെമിക്കലായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് വാട്ടർ പൊല്യൂഷനിൽ നമുക്ക് ഹാനികരമായിട്ടുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കെമിക്കൽ അതിൻ്റെ അസുഖങ്ങൾ ഒന്ന് ഫസ്റ്റിൽ വരുന്നത് നമുക്ക് ഡെൻ്റൽ ഹെൽത്ത്, നമ്മുടെ ദന്താരോഗ്യത്തെ ബാധിക്കുന്നുണ്ട് ഇല്ലേ. വാട്ടർ പൊല്യൂഷൻ നമ്മുടെ ദന്താരോഗ്യത്തെ, പല്ലിനെ ബാധിക്കുന്നുണ്ട്. ഹൈ ലെവൽ ഫ്ലൂറൈഡ് കോസിങ് മോൾട്ടിംഗ് ഓഫ് ഡെൻ്റൽ ഇനാമൽ, ഡെൻ്റൽ ഇനാമലിനെ നശിപ്പിക്കുന്നുണ്ട്. അതായത് നമ്മുടെ വെള്ളത്തിൽ ഫ്ലൂറൈഡിൻ്റെ അളവ് കൂടുതലാകുമ്പോൾ അത് പല്ലിൻ്റെ ആരോഗ്യത്തെ ബാധിക്കും, ഇനാമലിനെ ബാധിക്കുന്ന അവസ്ഥയാണ്. പ്രസൻസ് ഓഫ് ഫ്ലൂറൈഡ് എബൌട്ട് 1 mg/L. ഈ അളവുകളൊന്ന് ജസ്റ്റ് ഒന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പോണേ. പ്രസൻസ് ഓഫ് ഫ്ലൂറൈഡ് എബൌട്ട് 1 mg/L ഇൻ ഡ്രിങ്കിങ് വാട്ടർ ഈസ് നോൺ ടു പ്രൊട്ടക്ട് അഗൈൻസ്റ്റ് ഡെൻ്റൽ കാരീസ്. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. പല്ലിൻ്റെ ആരോഗ്യത്തിൻ്റെ ഫ്ലൂറൈഡിൻ്റെ അളവ് 1 mg, 1 ലിറ്ററിൽ 1 mg പറയുന്നത് അല്ലേ. എബൌട്ട് 1 mg/L ഇൻ ഡ്രിങ്കിങ് വാട്ടർ ഈസ് നോട്ട് ടു പ്രൊട്ടക്ട് അഗൈൻസ്റ്റ് ഡെൻ്റൽ കാരീസ്. ഡെൻ്റൽ കാരീസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആ ഒരു പ്രസൻസ് ഒരു 1 mg വരെയാണെന്ന് പറയുന്നത്. ഇതിൻ്റെ ഹൈ ലെവൽ എന്ത് വരുന്നുണ്ട്? ബട്ട് ഹൈ ലെവൽ ഓഫ് ഫ്ലൂറൈഡ് കോസിങ് മോൾട്ടിംഗ് ഓഫ് ദി ഡെൻ്റൽ ഇനാമൽ, നമ്മൾ ഫസ്റ്റ് പറയുന്നത്. അപ്പോൾ 1 mg വരെ ആവാം. അതിൻ്റെ മുകളിൽ വരുമ്പോഴാണ് നമ്മൾ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞ പോലെ മോൾട്ടിംഗ് ഓഫ് ഡെൻ്റൽ ഇനാമൽ, ഇനാമൽ നശിപ്പിച്ച് കളയാനുള്ള പവർ ഉണ്ട് ഈ വെള്ളത്തിലടങ്ങിയിരിക്കുന്ന ഫ്ലൂറൈഡുകൾക്ക്. അതാണ് ഡെൻ്റൽ വിഭാഗത്തിൽ ദന്താരോഗ്യത്തിൻ്റെ പല്ലുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നം ഇതാണ്. അടുത്ത് വരുന്നത് എന്താ? കുട്ടികളിൽ വരുന്ന ഒരു പ്രശ്നമാണ് സൈനോസിസ് ഇൻ ഇൻഫൻസ്. ഹൈ നൈട്രേറ്റ് കണ്ടന്റ് ഇൻ വാട്ടർ ആണ്. കഴിഞ്ഞ പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. പരീക്ഷകളിൽ നിരവധി തവണ ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു അസുഖത്തിൻ്റെ പേര് ഗ്ലോബിനോമാനിയ. ഈ അസുഖം ഹൈ ലെവൽ ഓഫ് നൈട്രേറ്റിൻ്റെ ഭാഗമായിട്ട് ഇൻഫാൻസ് കുട്ടികളിൽ ഉണ്ടാകുന്ന അസുഖമാണ് ഈ അസുഖത്തിൻ്റെ സ്വഭാവം. അപ്പം ഈ അസുഖത്തിൻ്റെ പേരും അതേപോലെ തന്നെ അതൊന്ന് കൃത്യമായിട്ട് ഓർമ്മിച്ച് വയ്ക്കുക. സൈനോസിസ് എന്ന് പറയും, കുട്ടികളിലുണ്ടാവുന്നതാണ്. ഇനി അടുത്തത് വരുന്നത് കാർഡിയോവാസ്കുലർ ഡിസീസുകളാണ്. കാർഡിയോവാസ്കുലർ ഡിസീസുകൾ എങ്ങനെയാണ് വാട്ടർ പൊല്യൂഷനായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഹാർഡ്നെസ് ആണ്. ഹാർഡ്നെസ് ഓഫ് വാട്ടർ അപ്പിയേഴ്സ് ടു ഹാവ് ബെനിഫിഷ്യൽ എഫക്റ്റ് അഗൈൻസ്റ്റ് CVD എന്ന് പറയുന്നുണ്ട് അല്ലേ. ഇത്തരം ഈ നമ്മുടെ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കും ആരോഗ്യങ്ങൾക്കും എല്ലാം വാട്ടറിൻ്റെ പൊല്യൂഷൻ നല്ല രീതിയിൽ പ്രതികൂലമായും അനുകൂലമായിട്ടും ബാധിക്കുന്നുണ്ട് അല്ലേ. സം ഡിസീസ് ആർ ട്രാൻസ്മിറ്റഡ് ബിക്കോസ് ഓഫ് ഇൻഅഡിക്വേറ്റ് യൂസ് ഓഫ് വാട്ടർ അല്ലേ. അസുഖങ്ങൾ പറയുന്നത് സം ഡിസീസ് ആർ ട്രാൻസ്മിറ്റഡ് ബിക്കോസ് ഓഫ് ഇൻഅഡിക്വേറ്റ് യൂസ് ഓഫ് വാട്ടർ. വെള്ളം ഉപയോഗിക്കാത്തതിൻ്റെ ഫലമായിട്ട് ആവശ്യത്തിന് വെള്ളം ഇല്ലായ്മ വരുമ്പോഴും അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതിൽ ഇപ്പം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ കൺജൻറ്റിവൈറ്റിസ് എന്നൊക്കെ പറയുന്നില്ലേ, അതേപോലെ സ്കാബിസ്, ഇതൊക്കെ ഡ്രൈ ആയിട്ട് പോകുന്ന അവസ്ഥയിലുണ്ടാകുന്ന അസുഖങ്ങളാണ്, വെള്ളത്തിൻ്റെ കുറവ് കാരണം ഉണ്ടാകുന്ന അസുഖങ്ങളാണ്. ഇനി അടുത്ത് വരുന്നത് സം ഡിസീസ് ആർ റിലേറ്റഡ് ടു ഡിസീസ് ക്യാരിയിങ് ഇൻസെക്ട് ബ്രീഡിങ് ഇൻ ഓർ നിയർ വാട്ടർ. ഇപ്പോൾ മലേറിയ, ഫൈലേറിയ, ഇത്തരം ആർബോ വൈറസ്, ഇത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്? വാട്ടറുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന അസുഖങ്ങളാണ്. അപ്പം വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ എന്താണെന്നൊക്കെ പഠിച്ചു. അപ്പം അതിൻ്റെ കെമിക്കലായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ കെമിക്കലുകൾ എങ്ങനെയാണ് നമ്മുടെ ആരോഗ്യത്തെ ഹാനികരമായി ബാധിക്കുന്നതും, അത് കെമിക്കൽ എന്ന് പറയുമ്പോൾ വാട്ടർ പൊല്യൂഷനിൽ അടങ്ങിയിരിക്കുന്ന വെള്ളം മലിനമാക്കുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന കെമിക്കലുകൾ എങ്ങനെയൊക്കെയാണ് ഗുരുതരമായി ബാധിക്കുന്നത് എന്നാണ് നോക്കിയത്. ഇനി നമുക്ക് കൃത്യമായിട്ട് ഒന്ന് ഓർത്ത് വെക്കാനുള്ള ഒരു പോയിൻ്റാണ് വാട്ടർ പൊല്യൂഷൻ ലോ. ഞാൻ നോട്ടിനകത്ത് യെല്ലോ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിട്ടുണ്ട്. വാട്ടർ പൊല്യൂഷൻ ലോ എന്താണ്? വാട്ടർ പൊല്യൂഷൻ ലോ എന്നാണ് വന്നത്? 1974 വാട്ടർ പൊല്യൂഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ആണല്ലേ പറയുന്നത്. ഇൻ ഇന്ത്യ വാട്ടർ പൊല്യൂഷൻ ബിക്കം എ സീരിയസ് പ്രോബ്ലം, വളരെ സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലമാണ്. ടു പ്രൊട്ടക്റ്റ് water from being contaminated, the Indian Parliament in 1974 passed the water pollution and prevention and control of pollution. അതാണ് പറയുന്നത് വാട്ടറിൻ്റെ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ. ഈ ആക്ട് നിലവിൽ വന്നത് 1974 കൃത്യമായിട്ട് ഓർത്ത് വെച്ചോണം. പരീക്ഷയിൽ നിരവധി തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. വാട്ടർ പൊല്യൂഷൻ ലോ എന്നാണ് നിലവിൽ വന്നത് ഇന്ത്യയിൽ? 1974 വാട്ടർ പൊല്യൂഷൻ. ആ ലോ എന്താണ് പറയുന്നത്? പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ.
അതാണ് വാട്ടർ പൊല്യൂഷൻ ലോ പറയുന്നത്. ഇത് നിലവിൽ വന്നത് 1974 അപ്പോൾ ഇത്രയാണ് വാട്ടർ പൊല്യൂഷനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഇനി അടുത്തത് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഓരോ വീഡിയോസുകളും ചെറിയ ചെറിയ വീഡിയോകളായിട്ട് അടുത്തടുത്ത പോയിന്റുകളാണ് വരുന്നത്. ഇനി അടുത്ത് നമുക്ക് ഹാർഡ്നെസ് പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ പ്യൂരിഫിക്കേഷൻ ടെക്നിക്കുകൾ പഠിക്കാനുണ്ട്. അപ്പോൾ അതുപോലെ ചെറിയ ചെറിയ വീഡിയോകളായിട്ട് അപ്ലോഡ് ചെയ്ത് വിടാം.